പല ആളുകളും ഇവിടുന്ന് പെണ്ണുങ്ങൾ പള്ളിക്കൊക്കെ പോകാറുണ്ട്. ഈ പള്ളിക്കൊക്കെ പെണ്ണുകൾ പോകുന്നതിന് വല്ല പുണ്യമാണെന്നില്ലതിന് ഇസ്ലാമിന് വല്ല തെളിവുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇവിടെ ചോദിച്ച ചോദ്യം, സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി പൊതു പള്ളികളിലേക്ക് പോകുന്നതിൽ വല്ല പുണ്യവുമുണ്ടോ എന്നാണ്. ഈ ചോദ്യത്തിന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇവിഷയകമായി വന്ന എല്ലാ തെളിവുകളും എടുത്തുവച്ചതിനു ശേഷം പറഞ്ഞു, സ്ത്രീകൾക്ക് ജുമുഅക്കും ജമാഅത്തിനും നിസ്കരിക്കുവാൻ വേണ്ടി പള്ളികളിലേക്ക് പുറപ്പെടുന്നതിന് യാതൊരു പുണ്യവും തന്നെയില്ല. ഇത് ശാഫി ഇമാം തന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, സ്വന്തം അഭിപ്രായം ദീനിന്റെ പേരിൽ പറയുന്ന ആളുമല്ല ശാഫി ഇമാം. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ഈ വിഷയകമായി എന്താ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന. പുരുഷന്മാരോടുള്ള കൽപ്പനയല്ല അവിഷയകമായി സ്ത്രീകളോടുള്ളത്. വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ജാഹിലിയ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞ് നടന്നിരുന്നത് പോലെ നിങ്ങൾ പുറത്തിറങ്ങേണ്ട. നിങ്ങൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങി കഴിയുന്ന പെണ്ണുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. അപ്പൊ വിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് വീട്ടിൽ അടങ്ങിയൊതുങ്ങി കഴിയാനും അങ്ങനെ തന്നെ നിസ്കാരം നിലനിർത്തുവാനുമാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇനി ഹദീസുകൾ പരിശോധിച്ചാൽ കൃത്യമായി സ്ത്രീകളോടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗനിർദ്ദേശം എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ മഹദിയായ ഉമ്മു ഹുമൈദ് സാഇദിയ റളിയല്ലാഹു അൻഹാ കടന്നു വരികയാണ്. ഞാൻ ഈ സംഭവം വായിക്കുന്നത് മുജാഹിദുകൾ തന്നെ എഴുതിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന എം.ഐ. മുഹമ്മദ് സുല്ലമിയുടെ പുസ്തകത്തിന്റെ 129 പേജിലുള്ള ഒരു സംഭവമാണ്. ഞാൻ സ്വന്തമായി ഉദ്ധരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷേ ആ സംഭവം മുജാഹിദുകൾ തന്നെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതുകൊണ്ട് അതുകൂടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നു. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനുള്ള ആഹ്വാനം, ഇതിന്റെ തലവാചകം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അബൂ ഹുമൈദ് അസ്സായിദിയുടെ പത്നി ഉമ്മു ഹുമൈദിന് സായിദിയിൽ നിന്ന് നിവേദനം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ താങ്കളോടൊപ്പം നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നോടൊപ്പം നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ വീടിന്റെ ഭദ്രമായ മുറിയിൽ നീ നമസ്കരിക്കുന്നതാണ് നിന്റെ വീട്ടിൽ നീ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. നിന്റെ വീട്ടിലുള്ള നമസ്കാരമാണ് നിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നീ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. നിന്റെ മതിൽക്കെട്ടിനകത്ത് നീ നമസ്കരിക്കുന്നതിനാണ്. നിന്റെ നാട്ടുകാരുടെ പള്ളിയിൽ നീ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. നിന്റെ നാട്ടുകാരുടെ പള്ളിയിലുള്ള നമസ്കാരമാണ് എന്റെ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്കു നല്ലത്. പിന്നീട് അവൾ വീട്ടിന്റെ അകത്തളത്തിൽ ഏറ്റവും അന്ധകാരമുള്ള സ്ഥലത്ത് നമസ്കരിക്കാനുള്ള മസ്ജിദ് തയ്യാറാക്കുകയും മരണം വരെ അവിടെ വെച്ച് നമസ്കരിക്കുകയും ചെയ്തു എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എടുത്തു കൊടുക്കുകയാണ്. ഇത് മുജാഹിദുകളുടെ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന എം.ഐ. മുഹമ്മദ് സുല്ലമിയുടെ പുസ്തകത്തിന്റെ 129 പേജിലുള്ള സംഭവം. വ്യക്തമായി ഇവിഷയകമായി സ്ത്രീകൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടിനെ കൃത്യമായി വിശദീകരിക്കുന്ന ഈ ഹദീസ് നമ്മളല്ല പറയുന്നത്. ഈ ഹദീസ് ഇവിടെ വെച്ചുകൊടുത്തുകൊണ്ട് ഇതിന്റെ നൽകിയ തലവാചകം എന്താണ്? സ്ത്രീകൾ വെറും ഉമ്മു ഹുമൈദിന് സായിദിയോട് മാത്രമുള്ള കൽപ്പനയല്ല,
ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുഴുവൻ സ്ത്രീകളോടുമുള്ള കൽപ്പനയാ. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനുള്ള ആഹ്വാനം. ഇതൊരിക്കലും സ്ത്രീകളെ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുകയല്ല, മറിച്ച് കൂടുതൽ സ്ത്രീകളെ സ്വതന്ത്രരാക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ പുരുഷന്മാർ ഇവിടെ ഇശാഇന് ബാങ്ക് കൊടുത്തതോടുകൂടി ഈ പ്രദേശത്ത് നമ്മൾ എല്ലാവരും ഇശാഇന്റെ ജമാഅത്ത് പരസ്യമായി നിർവഹിക്കുന്ന വിധത്തിൽ ചുരുങ്ങിയത് 2 ആളുകളെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എല്ലാവരും കുറ്റവാളികളാണ്. ഇവിടുത്തെ പുരുഷന്മാരെല്ലാവരും കുറ്റവാളികളാണ്. കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നരകത്തിലിട്ട് പുരുഷന്മാരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ്. പക്ഷേ അത് സ്ത്രീകൾക്ക് വിധേയമല്ല. സ്ത്രീകൾ അല്ലാഹു തആല പിടിച്ച് ശിക്ഷിക്കൂല. ഞാൻ ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഇതിന്റെ മറുപടി ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ്, ലഖദ് ഹമംതു, ഞാൻ ചിന്തിച്ചുപോയി, ജമാഅത്തിന് വരാത്ത പുരുഷന്മാരുടെ വീടുകളിലേക്ക് ഒരു വിറകുകെട്ട് ശേഖരിച്ചുകൊണ്ട് ചെല്ലാൻ. എന്തിനു വേണ്ടി? അവരുടെ വീട് ആ വിറകുകെട്ട് ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ചു ചാമ്പലാക്കാൻ, അതിൽ കിടന്ന് അവർ വെണ്ണീറാവട്ടെ പുരുഷന്മാർ. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം ആ വീട്ടിൽ സ്ത്രീകളുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വീട്ടിലാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്. അതിന് അല്ലാഹു തആല അവർക്ക് മഹത്തായ പുണ്യം ആഖിറത്തിൽ അല്ലാഹു നൽകുകയാണ്. ഇതെന്തിന്റെ പേരിലാണ്? സ്ത്രീകൾക്ക് അല്ലാഹു തആല നൽകിയ ഇളവും അവർക്ക് നൽകുന്ന ആനുകൂല്യവും അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യവുമാണ്. പുരുഷന്മാരോളം ഈ വിഷയത്തിൽ അല്ലാഹു തആല കടുത്ത തീരുമാനം, കടുത്ത കൽപ്പന സ്ത്രീകളോട് നൽകുന്നില്ല. ഇതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കുന്നു. അതുകൊണ്ട് തന്നെ ജുമുഅ ജമാഅത്തിന്റെ പേരും പറഞ്ഞിട്ട് ഏതു പള്ളിയിലേക്കാവട്ടെ സ്ത്രീകൾ പുറപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല, ഒരു പുണ്യവുമില്ല. അതിന്റെ പേരിൽ അവർക്ക് പ്രതിഫലം ലഭിക്കാനില്ല എന്നാണ് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചത്. വെള്ളാട്ടുന്നുണ്ട്. അപ്പൊ 4 മതത്തിൽ ഏതെങ്കിലും മതത്തിൽ അങ്ങനെ ഒരു തെളിവുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ കാലോചിതമായി മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വിഷയമാണ്. അഥവാ ആദ്യം സാധാരണ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവർ നിസ്കരിച്ചിരുന്നത്. അന്ന് അങ്ങനെ ഒരു കയ്യനക്കുന്ന വിരലനക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് തുടങ്ങി, പിന്നെ ഇടക്കാലത്ത് അത് തുടങ്ങി. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം തന്നെ അത്തൗഹീദ് എന്ന് പറയുന്ന ഒരു ദ്വൈമാസിക ഇറക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു ലേഖനം അബ്ദുൽ ഹമീദ് മദീനി എഴുതുന്ന നമസ്കാരത്തിൽ വിരൽ അനക്കൽ എന്ന് പറഞ്ഞ വലിയൊരു ലേഖനം. ഇതിൽ മൊത്തത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് അങ്ങനെ ഒരു സുന്നത്തേ ഇല്ല. ഇപ്പൊ മുജാഹിദിന് ഉത്തരവാദമായി ആദ്യം നമ്മളെ പോലെ നിസ്കരിച്ചു, വിരൽ അനക്കാതെ, പിന്നെ ഇടക്കാലത്ത് ഇളക്കി. ഇപ്പൊ പറയുന്നത് അങ്ങനെ സുന്നത്തേ ഇല്ല. ഇൻഷാ അല്ലാഹ് മദ്ഹബില് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചക്ക് അവര് വിരാമം ഇട്ടുകൊണ്ടാ പറയുന്നത്. ഒരു മദ്ഹബിലും അങ്ങനെ ഇല്ല എന്നാ അദ്ദേഹം ഇതിൽ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അരക്കൽ സുന്നത്ത്. അസ്സലാമു അലൈക്കും. വെള്ളിയാഴ്ച ജുമുഅക്ക് നാം ആശറ വിളിക്കുന്ന സമയത്ത് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ, ജുമുഅ ഫുഖറാക്കിനും മിസ്കിന്മാർക്കുള്ളതാണ്, ഉള്ള ഹജ്ജാണ്. അപ്പൊ ഈ ഫുഖറായി മസാക്കീൻ എന്ന് പറഞ്ഞുകൊടുത്ത സ്ത്രീകൾ പെടൂലെ? ഇന്നമ സദഖാത്തുലിൽ ഫുഖറായി വൽ മസാക്കീൻ വബിൻ സബീൽ എന്ന ആയത്തിൽ ഫുഖറാവും മിസ്കിനിലും ഒക്കെ സ്ത്രീകൾ പെടുന്നുണ്ടല്ലോ. അതുപോലെ ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് പറഞ്ഞുകൊടുത്ത് പെടൂലെ? അപ്പൊ ജുമുഅക്ക് സ്ത്രീകളെയും കൊണ്ടുവന്നൂടെ? അൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ജുമുഅ നിസ്കാരം എന്നർത്ഥം. അൽ ജുമുഅ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഒരു ജുമുഅ നിസ്കാരം മാത്രമല്ല, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി മുതൽക്ക് വെള്ളിയാഴ്ച അസ്തമിക്കുന്ന രാത്രി വരേക്കുമുള്ള വിവിധങ്ങളായ ഓരോ മണിക്കൂറിലും വിവിധങ്ങളായ പ്രതിഫലങ്ങളും വിവിധങ്ങളായ അമലുകളും വിവിധങ്ങളായ കർമ്മങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസമാണ് ജുമുഅ. ആ നിലക്ക് ജുമുഅ ഫുഖറാക്കളായ പുരുഷന്മാർക്കും ജുമുഅ മിസ്കീന്മാരായ സ്ത്രീകൾക്കും എല്ലാവർക്കും അത് ഹജ്ജാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെറും ജുമുഅ നിസ്കാരം മാത്രമല്ല. വെള്ളിയാഴ്ച വ്യാഴാഴ്ച അസ്തമിച്ച രാവ് മുതൽക്ക് വെള്ളിയാഴ്ച അസ്തമിച്ച രാവ് വരേക്കുമുള്ള 24 മണിക്കൂർ നിൽക്കുന്ന ഓരോ സമയവും അനർഘങ്ങളാണ്. അതൊക്കെ പെരുന്നാളുകളാണ്, ആത്മീയമായ പെരുന്നാളുകൾ, പരലോകത്ത് കൂലി കിട്ടുന്ന പെരുന്നാളുകൾ. അതിൽ ജുമുഅക്ക് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത് മാത്രമല്ല,
അപ്പോ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം